Hi students. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു ഒരു നല്ല റിസർച്ചിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലാണെങ്കിലും അതുപോലെ ബിസിനസ്സിലാണെങ്കിലും ഏത് ഫീൽഡിലാണ് സയൻസ് എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിലും ഒക്കെ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ട് നമുക്കുണ്ടാകുന്ന സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രഡിക്ഷൻസ് ഉണ്ടാക്കാൻ അത് സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതെവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പല സിറ്റുവേഷൻസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് പല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ദാറ്റ് വി ഹാവ് ഡിസ്കസ്. ഓക്കെ, സോ നെക്സ്റ്റ് വി വോണ്ട് ടു സ്റ്റഡി വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച്. നല്ലൊരു റിസർച്ചിന് എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം? So, the first one is a good researcher or research must be systematic. എപ്പോഴും ഒരു നല്ല റിസർച്ച് എങ്ങനെയാണ്? സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഒരു പ്രോപ്പർ ഒരു വേ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടായിരിക്കണം ഒരു റിസർച്ച് ചെയ്യണം അല്ലേ. ഇപ്പോൾ നമുക്കൊരു ഏതെങ്കിലും ഒരു ഡയഗ്നോസിസ് റിസർച്ച് നടത്തണമെന്ന് വെച്ചോ. ഡയഗ്നോസിസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയഗ്നോസിസ്. അപ്പോൾ ഇപ്പം കൊറോണ വൈറസിനെ ഡയഗ്നോസ് ചെയ്തപ്പോൾ അവർ ആദ്യം എന്ത് ചെയ്തു? പേഷ്യൻസ് ആരെല്ലാം എന്ന് കണ്ടു, അവർ ആരുടെ അടുത്തൊക്കെ പോയി എന്ന് മനസ്സിലാക്കി, എന്തായിരിക്കാം സോഴ്സ്, അതൊരു വൈറസ് ആണ് എന്ന് അവസാനം കണ്ടുപിടിച്ചത് പല സിസ്റ്റമാറ്റിക് വേയിലാണ്. അപ്പോൾ അതേപോലെ തന്നെ ഏത് റിസർച്ച് മാർക്കറ്റിലെ റിസർച്ച് ചെയ്താലും ബിസിനസ്സിലെ റിസർച്ച് ചെയ്താലും മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിലും ഏത് ഫീൽഡിൽ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിലും ഇവിടെയൊക്കെ റിസർച്ച് ചെയ്യുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോളോ ചെയ്യണം. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ക്വാളിറ്റി. സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ഗോൾ. ഇറ്റ് ഷുഡ് ഹാവ് എ വെൽ ഡിഫൈൻഡ് ഗോൾ. അതുപോലെ ഒരു ഒബ്ജക്റ്റീവ് വേണം. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഈ റിസർച്ച് ചെയ്യുന്നത്? ഒരു പർപ്പസ് ഇല്ലെങ്കിൽ ചുമ്മാ നമ്മളൊരു റിസർച്ച് ചെയ്യുക ഇല്ല. അപ്പം അസുഖം വന്നു, അപ്പം ആ അസുഖത്തിനൊരു റെമഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ COVID-19 എന്ന വൈറസ് ആണെന്ന് പിടിച്ചത് അല്ലേ. അപ്പോൾ അതൊരു റിസർച്ചിലൂടെയാണ്. അപ്പോൾ അതിനൊരു എയിം ഉണ്ടായിരുന്നു, ടു സോൾവ് ഓർ ടു ക്യൂർ ദാറ്റ് ഡിസീസ് ആണ് നമ്മൾ ഇങ്ങനൊരു ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രിവെൻറ്റിങ് ദാറ്റ് ഡിസീസ് അതിന് വേണ്ടി. അപ്പം അങ്ങനെ എന്ത് റിസർച്ചിനാണെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് വേണം. അപ്പം ഫസ്റ്റ് ഇറ്റ് റിക്വയർസ് എ ഗോൾ, ദെൻ ഇറ്റ് ഷുഡ് ബി സിസ്റ്റമാറ്റിക്, ദെൻ ഇറ്റ് ഷുഡ് ബി ലോജിക്കൽ. എപ്പോഴും ഒരു ലോജിക്കിനനുസരിച്ചായിരിക്കണം അല്ലേ. ഒരു ലോജിക്കലല്ലാതെ ഒരു ഒട്ടും ചിന്തിക്കാത്ത രീതിയിലൊന്നുമല്ല നമ്മൾ റിസർച്ച് നടത്തുന്നത്. റിസർച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ലോജിക്കൽ മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ റിസർച്ചർ ആവാൻ പറ്റുള്ളൂ എന്ന് പറയും. സോ ഇറ്റ് ഷുഡ് ബി ലോജിക്കൽ. നെക്സ്റ്റ്, എ ഗുഡ് റിസർച്ച് മസ്റ്റ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് എക്സിസ്റ്റിംഗ് നോളജ് ബാങ്ക്. ഇപ്പോൾ ഉള്ള നോളജിലേക്ക് പിന്നെയും എക്സിസ്റ്റിംഗ് ബാങ്കിലേക്ക് പിന്നെയും നോളജ് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് റിസർച്ച്. ഇപ്പോൾ വൈറസ് എന്ന പല വൈറസുകൾ നമുക്കറിയാം. അപ്പോൾ അതിലേക്ക് ഈ കോവിഡ് വൈറസും കൂടെ ആഡ് ആവുകയാണ് ചെയ്തത് നമ്മളുടെ നോളജിലേക്ക്. ഇനിയിപ്പോൾ അടുത്ത വർഷം തൊട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അതും കൂടെ പഠിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ പുതിയ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് അതെല്ലാം പഴയ മാറ്റങ്ങളിലേക്ക് ഈ പഴയുള്ള എക്സിസ്റ്റിങ്ങിലേക്ക് ആഡ് ഓൺ ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് ഇറ്റ് ആഡ്സ് ടു ദ ഓർ ഇറ്റ്സ് കോൺട്രിബ്യൂട്ട് ടു ദ എക്സിസ്റ്റിംഗ് നോളജ് ബാങ്ക്. ദെൻ ഇറ്റ് റിസൾട്ട് ഓഫ് എ ഗുഡ് റിസർച്ച് ഷുഡ് ബി വെരിഫയബിൾ. അതേപോലെ അത് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരാൾ റിസർച്ച് ചെയ്തു ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഷുവർ. വേറെ ആൾക്കാർക്ക് അതിനെപ്പറ്റി പഠിക്കാനും അത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ റിസർച്ചുകൾ എപ്പോഴും ഒരു വെരിഫയബിൾ എന്ന കൺസെപ്റ്റിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടി. ദെൻ ദ റിസർച്ച് പ്രൊസീജിയർ ഷുഡ് ബി പ്രോപ്പർലി ഡിസൈൻ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ റിസർച്ച്. അതുപോലെ നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സ് റീച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം എപ്പോഴും നമ്മുടെ ഒരു റിസർച്ച് ചെയ്യുന്നത്. ഇപ്പം ഒരു അസുഖം വന്നത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തത് കോവിഡ് കണ്ടുപിടിക്കുന്നത്. അതിന് പകരം അസുഖം ക്യൂർ ചെയ്യാൻ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഈ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഇത് മനസ്സിലായതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. സോ ആ പ്രൊസീജിയർ നമ്മുടെ റിസർച്ചിൻ്റെ പ്രൊസീജിയർ എപ്പോഴും നമ്മുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഒരു ഗുഡ് റിസർച്ചിൻ്റെ ക്വാളിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഷുഡ് ബി സിസ്റ്റമാറ്റിക്. The procedure should be set in such a way that it can find the objectives of the research. It should have a clear-cut objective or goal. A good research must be logical. A good research must contribute to the existing knowledge bank. The result of the good research should be verifiable, etc. ഇപ്പോൾ വെരിഫൈ ചെയ്യാൻ പറ്റണം, നല്ല എക്സിസ്റ്റിംഗ് നോളജിലേക്ക് ആഡ് ചെയ്യാൻ പറ്റണം, ലോജിക്കലായിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, എക്സെട്ര. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് എ ഗുഡ് റിസർച്ച്. അപ്പോൾ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച് എന്താണെന്ന് ചോദിച്ചാലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് വൺ ഇസ് ദ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ടു റിസർച്ച്. നമ്മുടെ റിസർച്ചിലേക്കുള്ള ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചുകൾ എങ്ങനെയാണ്? സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്? Quantitative research is a type of research in which the measurement of the phenomena is done by quantitative term.
ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം, ഒരു റിസർച്ച് ചെയ്യുന്നത് എന്തെങ്കിലും യൂണിറ്റ്സ് വെച്ചോ എന്തെങ്കിലും നമ്പേഴ്സ് വെച്ചിട്ടോ എന്തെങ്കിലും കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ദെൻ ദാറ്റ് കൈൻഡ് ഓഫ് റിസർച്ച് ഇസ് കോൾഡ് എ ക്വാണ്ടിഫയബിൾ റിസർച്ച്. Quantifiable research. Okay, so it is applicable to the phenomena that they are measurable in quantitative terms, such as finding the average mark of students in the class, average income of certain population, etc. ഇപ്പോൾ നമ്മളൊരു സർവേ നടത്തുന്നു, ഒരു പോപ്പുലേഷൻ സർവേ നടത്തുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അല്ലേ. നമ്മൾ പോപ്പുലേഷൻ സർവേയിലൂടെ എന്താ മനസ്സിലാക്കുന്നത്, എത്ര ആണുങ്ങളുണ്ട്, എത്ര പെണ്ണുങ്ങളുണ്ട്, എത്ര കുട്ടികളുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കളിക്കുക. അപ്പം നമ്പറിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സെയിൽസിൻ്റെ ടോട്ടൽ സെയിൽസ് ഇൻ എ പെർട്ടിക്കുലർ കമ്പനി, ഇപ്പോൾ ടൊയോട്ടയുടെ സെയിൽസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു നമ്പർ കണക്കിൽ, അല്ലെങ്കിൽ സെയിൽസ് ചിലപ്പോൾ എമൗണ്ട് കണക്കിന് നമുക്ക് ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള റിസർച്ച് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുക. So, quantitative research is primarily objective in approach. In quantitative, the researcher tend to remain objectively separated from the subject matter. The quantitative data collection methods are much more structured than qualitative data collection. Qualitative data collection കുറച്ചുകൂടെ സിംപ്ലർ ആയിരിക്കും, അതിനകത്ത് നമ്പേഴ്സ് ഒന്നുമില്ല. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് എപ്പോഴും ഭയങ്കര പ്രിസൈസ് ആയിട്ട് ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഡസ്. സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ എപ്പോഴും നമ്പേഴ്സ് കണക്കാണ്, അതുകൊണ്ട് അത് കൂടുതൽ സ്ട്രക്ചേർഡ് ആയിരിക്കും, കുറച്ചുകൂടെ പ്രിസൈസ് റിസൾട്ട്സ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് ഇൻക്ലൂഡ് വേരിയസ് ഫോംസ് ഓഫ് സർവീസ് സച്ച് ആസ് ഓൺലൈൻ സർവേ, പേപ്പർ സർവേ, മൊബൈൽ സർവേ, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ, സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എക്സെട്ര. ഒരു നോർമലായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് സർവേ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞത്. സർവേസ് ഉപയോഗിക്കുന്നുണ്ടാവും നമ്മൾ, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മൊബൈൽ സർവീസ്, പല രീതിയിലുള്ള സർവീസ് ചെയ്യുന്നുണ്ടാവും. ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് നമ്പർ കണക്കോ അല്ലെങ്കിൽ ഒരു സെയിൽസ് കണക്കോ അങ്ങനെ ഒരു നമ്പറിൽ മെഷർ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് റിസർച്ച് റിസൾട്ട്സ്, അതിനെ നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ക്വാളിറ്റേറ്റീവ് ഫിനോമിന വിച്ച് ട്രൈസ് ടു മെഷർ ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ദ പീപ്പിൾ. ആൾക്കാരുടെ ഒപ്പീനിയൻ കളക്ട് ചെയ്യുക, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് കളക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റിൽ. അപ്പം അതിലൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ചിലപ്പോൾ ഒരു ബിഹേവിയറൽ സയൻസ്, നമ്മളിപ്പോൾ HR ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നു. HR പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മനസ്സിലാക്കുന്നു, ബ്രാൻഡിൻ്റെ പ്രിഫറൻസ് മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുക. അങ്ങനെയുള്ള റിസർച്ച് ചെയ്യുമ്പോൾ വി ആർ ഡൂയിങ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉള്ളി. നമുക്കൊരു ക്വാളിറ്റേറ്റീവ് ടേംസിൽ മാത്രമേ പറയൂ. കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ ഇൻ നമ്പർ? ഇല്ല. കസ്റ്റമറിന് താല്പര്യമുണ്ടോ, അത് നമ്മളൊരു സ്കെയിലേ പറയുള്ളൂ. ആ താല്പര്യമുണ്ട് അല്ലെങ്കിൽ താല്പര്യമില്ല, യെസ് ഓ നോ, അല്ലെങ്കിൽ കുറച്ച് താല്പര്യമുണ്ട്, കുറച്ചധികം താല്പര്യമുണ്ട്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സ്ട്രോങ്ലി അഗ്രി അല്ലെങ്കിൽ സ്ട്രോങ്ലി ഡിസഗ്രി, അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ നമ്പർ കണക്ക് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. സോ സച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ഇസ് കോൾഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. So which is concerned with just the attitudes and opinion of the people, then such type of research are called qualitative research. Then qualitative type of research is needed in situation where it is not possible to quantify the phenomena. Quantify ചെയ്യാൻ പറ്റാത്തടുത്ത്. This type of research is needed in the behavioral sciences where the aim is to discover the motives of human behavior. Human behaviorൻ്റെ മോട്ടീവ്സ് കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള റിസർച്ചുകൾക്കൊക്കെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈസ് പ്രൈമർലി സബ്ജക്റ്റീവ് ഇൻ അപ്രോച്ച്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവിൽ പറഞ്ഞു ഇറ്റ് ഇസ് ഒബ്ജക്റ്റീവ് ഇൻ അപ്രോച്ച്, വൈ ദിസ് ഇസ് സബ്ജക്റ്റീവ് ബിക്കോസ് പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് മേ ഡിഫർ അല്ലേ. ഒരാളുടെ പ്രിഫറൻസും അടുത്ത ആളുടെ പ്രിഫറൻസും വ്യത്യാസമായിരിക്കും. പക്ഷേ ഒരു സെയിൽസിൻ്റെ പേഴ്സൻ്റെ ഓരോ ആൾക്കാർക്കനുസരിച്ച് മാറില്ലല്ലോ, അതെപ്പോഴും റിമെയിൻസ് സെയിംസ് ആയിരിക്കും. സോ ദിസ് ഇസ് ആൻഡ് സം ഓഫ് ദ ക്വാളിറ്റേറ്റീവ് ഡേറ്റ കളക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റേ നമ്മൾ പറഞ്ഞു സർവേ നടത്തും, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നടത്തിയിട്ടൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുക. എന്നാൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ ചെയ്യുക ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ഓർ ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂസ്, പാർട്ടിസിപ്പേഷൻ എക്സെട്ര. അപ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലാക്കാം ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ പോപ്പുലേഷൻ വളരെ കുഞ്ഞാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ നമുക്ക് ഡേറ്റ എടുക്കേണ്ടതുള്ളൂ. ഇൻ ദാറ്റ് കേസ് ഓൺലി ദിസ് ക്വാളിറ്റേറ്റീവ് റിസർച്ചസ് പോസിബിൾ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആവുന്നത് ഒരു സ്മോൾ പോപ്പുലേഷൻ്റെ കേസിലായിരിക്കും ക്വാളിറ്റേറ്റീവ് പോസിബിൾ ആവുന്നത്. സോ ദീസ് ആർ കോൾഡ് ദി ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ടു റിസർച്ച്. അപ്പോൾ റിസർച്ച് രണ്ട് ടൈപ്പ് പോലെയാണ്.
ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും. ക്വാളിറ്റേറ്റീവ് മീൻസ് വിച്ച് കാൺ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് എനി നമ്പേഴ്സിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തത്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻ ബിഹേവിയർ കണ്ടുപിടിക്കാം. വാട്ട് ആർ ദ മോട്ടീവ്സ് ഓഫ് ദ ഹ്യൂമൻ ബിഹേവിയറൽ സ്റ്റഡിയിൽ ചെയ്യുന്ന പ്രൊജക്റ്റുകളാണെങ്കിൽ റിസർച്ചുകളെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയാം. അത് കളക്ട് ചെയ്യാനുള്ള വേസാണ് ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂസ് പറഞ്ഞു, ദെൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ദെൻ പാർട്ടിസിപ്പേഷൻ എക്സെട്ര. While quantitative research are those research in which we can measure as number or in quantitative terms. So in which we can use the number of surveys like the online survey, paper survey, mobile surveys etc. ഇപ്പോൾ ഒരു ഗൂഗിൾ ഫോമിലൂടെ നമ്മൾ ഡേറ്റയൊക്കെ കൊടുക്കുമ്പോൾ അതെല്ലാം എന്താ ഒരു ക്വാണ്ടിറ്റേറ്റീവ് സർവേ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള റിസർച്ചുകളെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്നും ദ അതർ വൺ ഇസ് കോൾഡ് ദ ക്വാളിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് ഓർ അപ്രോച്ച് ടു research. Next one is the inductive method of reasoning or induction. Induction എന്ന് പറഞ്ഞാൽ എന്താ, റിസർച്ചിൻ്റെ അല്ലെങ്കിൽ റീസണിങ്ങിൻ്റെ ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ. ഇൻഡക്ഷൻ ഇസ് വൺ ഓഫ് ദ മെത്തേഡ്സ്. ലോജിക്കൽ റീസണിങ് പ്രോസസ്സിലെ ഒരു മെത്തേഡാണ് ഇൻഡക്ഷൻ. The induction method consists of studying several individual cases and drawing a generalization. ഇപ്പോൾ ഒരു റിസർച്ച് ആക്ടിവിറ്റി, ഈ ഇൻഡക്ഷനൊക്കെ ഒരു റിസർച്ച് പോലെയാണ്. നമ്മൾ പല ആൾക്കാരുടെ കേസുകൾ പഠിച്ചിട്ട് അതിൽ നിന്ന് നമ്മളൊരു ജനറലൈസേഷനിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ പല സിറ്റുവേഷൻസ് പഠിച്ചു. ഇപ്പം ഭയങ്കര കുറേ കമ്പനികളെടുത്തു, കമ്പനികളുടെ എല്ലാം സെയിൽസ് കുറയുന്നു. ഇപ്പം നമ്മളൊരു 5 കമ്പനീസ് എടുത്തു, 5 കമ്പനികളുടെ ഈ വർഷത്തേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ 6 മാസത്തെ സെയിൽസ് വളരെ കുറവാണെന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ 5 കമ്പനിയുടെ നമ്മളെടുത്ത 5 കമ്പനിയുടെയും റിസൾട്ട്സ് കുറവാണെങ്കിൽ വി ആർ ജനറലൈസിങ് ദാറ്റ് ദ എക്കോണമി ഈസ് ഇൻ എ ഡൗൺവേർഡ് ട്രെൻഡ്. നമ്മൾ എക്കോണമി തന്നെ ഡൗൺവേർഡ് ട്രെൻഡിലാണ്, ഡൗൺവേർഡ് മൂവിങ് ആണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ജനറലൈസേഷനിലേക്ക് എത്തുക. ഇങ്ങനെയുള്ള റിസർച്ചിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ റിസർച്ച് എന്ന് പറയുക. ഈ ഇൻഡക്ഷൻ മെത്തേഡ് ഓഫ് റീസണിങ് എന്ന് പറയാം. സോ we are studying several individual cases and drawing a generalization. Therefore, induction involves the two processes like observation and generalization. നമ്മളിവിടെ 5 കമ്പനികളെ ഒബ്സർവ് ചെയ്തു, എന്നിട്ട് അവരുടെ എല്ലാം സെയിൽസ് കുറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി, എന്നിട്ട് നമ്മളതിനെ ജനറലൈസ് ചെയ്തു. സോ കൺക്ലൂഷൻ ഫ്രം ദ ഇൻഡക്ഷൻസ് ആർ ടെൻറ്റേറ്റീവ് ഇൻഫറൻസ് ആൻഡ് ദേ ആർ സബ്ജക്റ്റ് ടു ഫർദർ കൺഫർമേഷൻ ബേസ്ഡ് ഓൺ എവിഡൻസ്. അപ്പോൾ നമുക്ക് എവിഡൻസ് ഉണ്ടാവും, സെയിൽസ് കുറഞ്ഞതിന് സെയിൽസ് റിപ്പോർട്ട് ഉണ്ടാവും, ഫൈനാൻഷ്യൽ ആനുവൽ റിപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സെയിൽസ് കുറഞ്ഞു, സോ വി വോണ്ട് ടു ഡൂ സംതിങ് എന്ന്, അല്ലെങ്കിൽ എല്ലാ കമ്പനികളുടെയും സെയിൽസ് കുറയുകയാണ് എന്നൊരു എവിഡൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ ദിസ് മെത്തേഡ് ഇസ് ഫോളോഡ് വെൻ ന്യൂ ഫാക്ട്സ് ആർ സ്റ്റഡീഡ്, ന്യൂ ട്രൂത്ത്സ് ആർ അൺകവേർഡ് ആൻഡ് ന്യൂ generalizations are formulated from a research report. So, an example of use of inductive method is visible in the Newton's theory of gravity, where a single observation of the apple falling from the tree leads to the creation of the theory. അല്ലേ, ഒരു ആപ്പിൾ ന്യൂട്ടൺസ് ലോയിൽ നമ്മൾ പഠിച്ചത് എന്താ, ലോ ഓഫ് ഗ്രാവിറ്റിയിൽ ഒരു ആപ്പിൾ വീഴുന്നു, ആപ്പിൾ വീണപ്പോൾ വി ആർ ഹാവിങ് എ ജനറലൈസേഷൻ ദാറ്റ് എവറിത്തിങ് ഈസ് ഫാളിങ് ഡൗൺ. അല്ലെങ്കിൽ നമ്മൾ പലതും ഒബ്സർവ് ചെയ്തപ്പോൾ എല്ലാം താഴോട്ട് വീഴുന്നതായിട്ടാണ് കാണുന്നത്. സോ വി ഹാവ് കൺഫേം ദാറ്റ് ദർ ഇസ് എ ലോ ഓഫ് ഗ്രാവിറ്റി കൊണ്ടാണ് എല്ലാ സാധനങ്ങളും താഴെ വീഴുന്നത് എന്ന് നമ്മളൊരു ജനറലൈസേഷനിലേക്ക് വന്നു. അപ്പം അങ്ങനെയുള്ള റിസർച്ച് ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ റീസണിങ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് റീസണിങ് അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയുന്നത്. If we are observing several cases and drawing out a conclusion or generalization, it is called inductive reasoning. Okay, so inductive reasoning ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് വേണം. That is the essential conditions for believing or for conducting an inductive method of reasoning are: observation should be correctly performed and recorded, and data collected should be accurate. കളക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ 5 കമ്പനികളെ കളക്ട് ചെയ്തു, അവരുടെ സെയിൽസ് നോക്കിയെങ്കിൽ ആ നോക്കുന്ന കാര്യം അക്യുറേറ്റ് ആയിരിക്കണം, അതിൽ തെറ്റുണ്ടാവരുത്. അതാണ് ഫസ്റ്റ് എസെൻഷ്യൽ കണ്ടീഷൻ. ഒബ്സർവേഷൻ ഷുഡ് ബി കറക്റ്റ്ലി പെർഫോംഡ് ആൻഡ് റെക്കോർഡഡ് ആൻഡ് ഡേറ്റ കളക്റ്റഡ് ഷുഡ് ബി അക്യുറേറ്റ്. എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ റെക്കോർഡ് ചെയ്തിരിക്കണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് വൺ ഇസ് ദ ഒബ്സർവേഷൻ മസ്റ്റ് കവർ ദ റെപ്രസെൻറ്റേറ്റീവ് കേസസ് ഫ്രം എ സ്പെസിഫിക് യൂണിവേഴ്സ്. ഒബ്സർവേഷൻസ് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് ആ യൂണിവേഴ്സിൻ്റെ കുറച്ച് സാമ്പിളിംഗ് ആയിരിക്കും, അത് റെപ്രസെൻറ്റേറ്റീവ് കേസസും ആയിരിക്കണം. ആ 5 കമ്പനീസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ 5 കമ്പനീസ് പല ഫീൽഡിലുള്ള കമ്പനീസിനെ തന്നെ സെലക്ട് ചെയ്യാം. 5 കമ്പനി എന്ന് പറയുമ്പോൾ 5 മാനുഫാക്ചറിങ് കമ്പനീനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരുടെ സെയിൽസ് കുറഞ്ഞുകൊണ്ട് എല്ലാ കമ്പനികളുടെ സെയിൽസ് കുറയുകയാണെന്ന് നമുക്ക്
പറയാൻ പറ്റില്ല. വൺ കമ്പനി ക്യാൻ ബി ഓഫ് മാനുഫാക്ചറിങ്, അനദർ ഓഫ് ദി സർവീസ് സെക്ടർ, ബാങ്ക് സെക്ടർ എടുക്കാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സെക്ടർ എടുക്കാം, ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കാം. അങ്ങനെ പല പല സെക്ടേഴ്സിലുള്ള കമ്പനീസിനെ കമ്പയർ ചെയ്താൽ മാത്രമേ നമുക്കൊരു ജനറലൈസേഷനിലേക്ക് എത്താൻ പറ്റൂ. ഇപ്പോൾ ഒരു ആപ്പിൾ വീണു, ആപ്പിൾ ഒരു ഫ്രൂട്ടാണോ, ഫ്രൂട്ട് വീണു. വേറെന്തെങ്കിലും ഒരു മനുഷ്യൻ താഴോട്ടാണോ അട്രാക്റ്റഡ് ആവുന്നുണ്ടോ, നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പല പല ഫീച്ചേഴ്സിനെ ഒരുമിച്ചെടുത്താൽ മാത്രമേ നമുക്കൊരു ജനറലൈസേഷനിലേക്ക് എത്താൻ പറ്റൂ. ദാറ്റ് ഇസ് എ സെക്കൻഡ് തിങ്. തേർഡ് വൺ ഇസ് ഒബ്സർവേഷൻ മസ്റ്റ് കവർ ആൻ അഡ്വക്കേറ്റ് നമ്പർ ഓഫ് കേസസ്. ഇപ്പം 5 ഞാൻ പറഞ്ഞു, പക്ഷേ 5 വെച്ച് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എത്രത്തോളം കമ്പനികളുണ്ട് നമ്മളുടെ വേൾഡിൽ, കുറേ കമ്പനികളുണ്ട്. ഇപ്പോൾ ഒരു 1000 കമ്പനികളുണ്ടെങ്കിൽ അതിനകത്തൊരു 500 എങ്കിലും കമ്പയർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ബാക്കിയുള്ളതിന് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ഷുഡ് കവർ ആൻ അഡ്വക്കേറ്റ് നമ്പർ ഓഫ് കേസസ്. Then fourth, conclusion must be confined to the inferences drawn from the findings. അതേപോലെ നമ്മൾ കണ്ടുപിടിച്ച ഫൈൻഡിങ്സിൽ നിന്ന് നമ്മൾ കൺക്ലൂഷൻസിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ ആ ഇൻഫറൻസിൽ നിന്ന് കൺക്ലൂഷൻസിലേക്ക് എത്തണം. ഇങ്ങനെയാണ് നമ്മളുടെ എന്തൊക്കെയാണ് ഇൻഡക്റ്റീവ് മെത്തേഡിൻ്റെ എസെൻഷ്യൽസ് എന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് വൺ ഇസ് ദ ഒബ്സർവേഷൻ ഷുഡ് ബി കറക്റ്റ്ലി മെഷേർഡ് ആൻഡ് റെക്കോർഡഡ്. Then it should cover the representative cases from a specific universe. Then it should cover an adequate number of cases. Conclusions must be confined to the inferences drawn from the findings. So these are the major essentials for a induction method. ഇനി 2 type induction methods ഉണ്ട്. അതാണ് enumerative induction and analytical induction. 2 types of induction methods are there, enumerative and analytic. Enumerative inductions are the common type. നമ്മൾ സോഷ്യൽ സയൻസ്, നമ്മളുടെ BBA ഒക്കെ സബ്ജക്റ്റുകളിലൊക്കെ എടുക്കുന്ന ഒരു ഹെൽത്ത് സ്റ്റഡി അല്ലെങ്കിൽ BBA അതുപോലെയുള്ള കോഴ്സുകളിലൊക്കെ എടുക്കുന്നത് നമ്മൾ enumerative induction ആണ്. So this type of induction involves the generalization from samples, and generalizations are derived from the analysis of data. നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡക്ഷൻ അല്ലെങ്കിൽ enumerative induction റിസർച്ച് ചെയ്യാറുള്ളത്. നമ്മൾ നോർമൽ സോഷ്യൽ സയൻസിലൊക്കെ ഉപയോഗിക്കുന്ന. എന്നാൽ വേറൊരു ടൈപ്പ് ഇൻഡക്ഷൻ മെത്തേഡാണ് അനലിറ്റിക്കൽ ഇൻഡക്ഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ഇൻവോൾവ്സ് കേസ് ബൈ കേസ് അനാലിസിസ് ഓഫ് സ്പെസിഫിക് ഫീച്ചേഴ്സ്. ഓരോ കേസും സ്പെഷ്യലായിട്ട് എടുത്ത് അനലൈസ് ചെയ്തിട്ട് ജനറലൈസേഷനിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ അനലിറ്റിക്കൽ ഫങ്ഷൻ എന്ന് പറയുക. സോ ദർ ആർ 2 types ഓഫ് ഇൻഡക്ഷൻ. എന്തും നമ്മൾ ഡേറ്റ, നമ്മുടെ പഴയ ഫാക്ട്സ് വെച്ചിട്ട് നമ്മൾ കുറേ സിറ്റുവേഷൻസ് നോക്കിയിട്ട് അതിൽ നിന്ന് ജനറലൈസേഷൻ എത്തുന്നതാണ് ഇൻഡക്ഷൻ. അതിൽ തന്നെ എന്യൂമറേറ്റീവും ഉണ്ട്, അതുപോലെ അനലിറ്റിക്കലും ഉണ്ട്. എന്യൂമറേറ്റീവ് എന്ന് പറയുമ്പോൾ വി ആർ ഡൂയിങ് ജനറലൈസേഷൻസ് ഫ്രം ദ സാമ്പിൾസ് ആൻഡ് ഡിറൈവ്ഡ് ഫ്രം ദ അനാലിസിസ് ഓഫ് ഡേറ്റ, while case analysis is done in case of analytical induction. So this is about the induction method of reasoning or induction research. Induction research എന്താണ്, induction method of reasoning എന്ന് ചോദിച്ചാൽ we want to write what is this induction method and what are the essential and what are the types of induction, enumerative and analytical induction. Next type of method is deductive method of reasoning or deduction. ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് പോലെ ഡിഡക്റ്റീവ് ഉണ്ട്. ഡിഡക്റ്റീവ് മെത്തേഡ് എന്താ? ഡിഡക്ഷൻ ഇസ് ടു ഡ്രോ എ കൺക്ലൂഷൻ ഫ്രം സംതിങ് നോൺ. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് അപ്ലൈയിങ് എ ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ടു എ സ്പെസിഫിക് ഇൻഡിവിജ്വൽ കേസ് ഫോളോയിങ് അണ്ടർ ദ ജനറൽ പ്രിൻസിപ്പിൾ. മറ്റേ നമ്മൾ പല സിറ്റുവേഷൻസ്, പല കേസസിൽ നിന്ന് പഠിച്ചിട്ട് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതാണ് ഇൻഡക്ഷൻ. ഇനി നമുക്കറിയുന്ന ഒരു പ്രിൻസിപ്പിൾ പല കേസിലും ഇട്ട് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ്, അങ്ങനെ ആ റിസർച്ച് ചെയ്യുന്നതിനെയാണ് ഡിഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് ടൈപ്പ് ഓഫ് റീസണിങ് എന്ന് പറയുന്നത്. ഡിഡക്ഷൻ റീസർച്ച് എന്നോ അല്ലെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് റീസണിങ് എന്നോ പറയുന്നത്, നമ്മൾ ഒരു കൺക്ലൂഷൻ നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ഉണ്ട്, അത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു കേസിലിട്ട് അത് പ്രൂവ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് ദ ഡിഡക്റ്റീവ് മെത്തേഡ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അപ്ലൈയിങ് എ ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ടു എ സ്പെസിഫിക് ഇൻഡിവിജ്വൽ കേസ് ഫോളോയിങ് അണ്ടർ ദ ജനറൽ പ്രിൻസിപ്പിൾ. So it is regarded as reasoning from the general to a particular. മറ്റേ ഇൻഡക്ഷനിൽ എങ്ങനെയാണോ, പെർട്ടിക്കുലർ ടു ജനറൽ ആണ്. പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് പലത് കണ്ടിട്ട് നമ്മൾ ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നു, ജനറലൈസേഷനിലേക്ക് എത്തുന്നു. ബട്ട് ഡിഡക്ഷനിൽ എങ്ങനെയാണ്, ഫ്രം ജനറൽ വി ആർ മൂവിങ് ഓൺ ടു a induction, general to a particular. So this reasoning establishes a relationship between the major premise, a minor premise and a കൺക്ലൂഷൻ. അപ്പോൾ ഒരു മേജർ പ്രിമൈസും മൈനർ പ്രിമൈസും അതുപോലെ കൺക്ലൂഷനുമാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. മേജർ പ്രിമൈസ് എന്ന് പറയുന്നത് എന്താ, പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ്ഡ് ജനറലൈസേഷനെയാണ് നമ്മൾ മേജർ പ്രിമൈസ് എന്ന് പറയുന്നത്.
ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ മേജർ പ്രിമൈസ്. അതൊരു ജനറലൈസ്ഡ് പ്രിൻസിപ്പിളാണ്. എ മൈനർ പ്രിമൈസ് ഇസ് എ പെർട്ടിക്കുലർ കേസ്. അപ്പോൾ ആപ്പിൾ ഫോളിംഗ് ആണ് മൈനർ പ്രിമൈസ് ആയിട്ട് വരുന്നത്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. മേജർ പ്രിമൈസ് ഓൾ മെൻ ആർ മോർട്ടൽ. അത് നമുക്ക് അറിയുന്നൊരു ഫാക്റ്റാണ്. എല്ലാ മനുഷ്യരും മോർട്ടലാണ് എന്ന് നമുക്ക് അറിയുന്നതാണ്. സോ മൈനർ പ്രിമൈസസ് എ ഈസ് എ മാൻ. എ ഈസ് എ മാൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എ ഈസ് മോർട്ടൽ ആണ്. അപ്പോൾ അത് കൺക്ലൂഷൻ വരുന്നു. ഓക്കെ, മേജർ പ്രൊമൈസ് ശരിക്കുള്ള ജനറലൈസേഷനും മൈനർ പ്രൊമൈസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കേസും ആണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന കൺക്ലൂഷനെ നമ്മൾ എന്ത് പറയും? ഡിഡക്ഷൻ മെത്തേഡ് എന്ന് പറയും. സോ ദിസ് മെത്തേഡ് ഈസ് യൂസ് ഫോർ സോൾവിങ് പ്രോബ്ലംസ്. ഇറ്റ് ഇസ് നോട്ട് യൂസ്ഫുൾ ഇൻ അറൈവിങ് എ ന്യൂ ട്രൂത്ത്. പുതിയ ട്രൂത്ത് ഒന്നും നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കുന്നില്ല. നമ്മൾ ജനറലൈസേഷനിൽ നിന്ന് പെർട്ടിക്കുലറിലേക്ക് പോവുകയാണ് ഇൻ കേസ് ഓഫ് ഡിഡക്ഷൻ. സോ ഇതിനും കുറച്ച് എസെൻഷ്യൽസ് ആവശ്യമുണ്ട്. ദ ജനറൽ റൂൾ ഓർ അസംഷൻ മസ്റ്റ് ബി കറക്റ്റ്. ലോ ഓഫ് ഗ്രാവിറ്റി എന്ന റൂൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ പെർട്ടിക്കുലറിലേക്ക് അത് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ആപ്പിൾ ഫോൾ ചെയ്താലും അല്ലെങ്കിൽ ഒരു ടേബിൾ മറിഞ്ഞു വീണാലും ഒക്കെ അത് എങ്ങനെയാണ് ഒരു ലോ ഓഫ് ഗ്രാവിറ്റി ഉള്ളത് ശരിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ദാറ്റ് ഇസ് എ ഫസ്റ്റ് തിങ്. ജനറൽ റൂൾ അല്ലെങ്കിൽ അസംഷൻസ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ദെൻ ദ ജനറൽ റൂൾ മസ്റ്റ് ബി അപ്ലൈ ഓൺലി ടു കേസസ് വിച്ച് പ്രോപ്പർലി ഫോൾസ് അണ്ടർ ഇറ്റ്. അതിൻ്റെ കീഴെ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഇട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് എ സെക്കൻഡ് വൺ. സോ ദീസ് ആർ ദി എസെൻഷ്യൽ ഫോർ ഡിഡക്ഷൻ. അപ്പോൾ രണ്ട് ടൈപ്പ് റിസർച്ചാണ് പറഞ്ഞത്. ഇൻഡക്റ്റീവ് റിസർച്ചും ഡിഡക്റ്റീവ് റിസർച്ചും. ഡിഡക്ഷൻ മെത്തേഡും ഇൻഡക്ഷൻ മെത്തേഡും. അതിൽ ബോത്ത് ദീസ് ആർ യൂസ്ഡ് ഇൻ റിസർച്ച് സ്റ്റഡീസ്. റിസർച്ച് സ്റ്റഡി നമ്മൾ രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ് ആയിട്ടുള്ള BBA പോലുള്ള സാധനങ്ങളിലെല്ലാം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻഡക്ഷനാണ്. ബോത്ത് are inseparable parts of a system of reasoning. Both are used simultaneously. രണ്ടും നമ്മുടെ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് റിസർച്ചിൽ വരുന്നുണ്ട്. മാർക്കറ്റിംഗ് റിസർച്ചിൽ ഡിഡക്റ്റീവ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്ന സോഷ്യൽ സയൻസിലാണെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റിസർച്ചിലാണെങ്കിൽ മാർക്കറ്റിംഗ് റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഡക്റ്റീവ് മെത്തേഡാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച്, then what is meant by qualitative and quantitative approach to research, and last what are the inductive method and deductive method. Inductive method എന്താണ്, deductive method എന്താണ്, ഏതാണ് മാർക്കറ്റിങ്ങിൽ യൂസ് ചെയ്യുക, ഡിഡക്റ്റീവ് ആണ് മാർക്കറ്റിങ്ങിൽ യൂസ് ചെയ്യുക, എന്നാൽ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചിൽ യൂസ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡാണ്. സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് ദ ടൈപ്സ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ പല ടൈപ്സ്, ഫണ്ടമെൻ്റൽ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, അതെല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പോർഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. ഐ ക്യാൻ ക്ലിയർ ഇറ്റ്. അല്ലെങ്കിൽ പേഴ്സണലി ചോദിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുത്തു തരാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു.